മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥ ഈ ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസങ്ങളെ കാണുന്നുള്ളൂ. ശുക്രൻ 12-ൽ നിൽക്കുന്നു. 12-ലെ ശുക്രൻ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും അവസാന നിമിഷം ഒറ്റപ്പെടുത്തും. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ശരി, അങ്ങനൊരു വിധി കാണുന്നുണ്ട്. ഒപ്പം ചൊവ്വ 12-ൽ നിൽക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുക, ശാരീരികമായ അവശത വരുത്തുക എന്നതാണ്. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ, വളരെ മൂർച്ചയുള്ള വസ്തുക്കൾ, ഇരുമ്പ് മുതലായവയൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന അവസരമുണ്ടെങ്കിൽ അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. ജിമ്മിലൊക്കെ പോകുന്നവരും അതുപോലെ സാഹസിക കർമ്മം ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. ബുധൻ്റെ 12-ലെ നില വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വിജയവും മനസമാധാനവും സംതൃപ്തിയും തരുമെന്ന് കാണിക്കുന്നു. ഒപ്പം ചന്ദ്രൻ ഇവർക്ക് ആഴ്ചയുടെ 2 ദിവസം 8-ലും പിന്നെ 9-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഏകദേശം 5 ദിവസങ്ങളോളം ചന്ദ്രൻ്റെ നിലപാടുകൾ ഇവർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അവസാനത്തെ 2.5 ദിവസങ്ങളാണ് ഇവർക്ക് ചന്ദ്രൻ്റെ നിലപാട് കൊണ്ട് ഗുണം. അത് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് അവർ വളരെ സജീവമായി ഇടപെടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. ഏത് മേഖലയിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവസാനത്തെ 2.5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ബാക്കി ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ദിവസം ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ തടസ്സമോ മാനസിക വൈഷമ്യമോ ഉണ്ടാകാം. ജലജന്യമായ അസുഖമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. പിതാവിന് ദോഷം വരാം. ബാക്കി കാര്യങ്ങൾ വളരെ ക്രമത്തിൽ പോവുകയും സാമ്പത്തികമായ നേട്ടം അവസാനത്തെ 3 ദിവസങ്ങളിൽ പ്രവർത്തന വിജയം ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2-3 ഗുണമുള്ള ദിവസങ്ങളാണ്.